ശ്രീ തോമസ് ഉണ്ണിയാൾ. സർ, നമ്മുടെ സംസ്ഥാനത്ത് റോഡപകടം മൂലം പൊതുനിരത്തുകളിൽ പൊലിയുന്ന ജീവനുകൾ അനവധിയാണ് സാർ. ഒട്ടനവധി ജീവനുകൾ വലിയ നിലയിൽ തന്നെ അപകടം സംഭവിച്ച് വികലാംഗരായി മാറുന്ന സാഹചര്യമുണ്ട് സാർ. ഒട്ടനവധി കുടുംബങ്ങൾ അനാഥരുമാകുന്നുണ്ട് സാർ. ആ സന്ദർഭത്തിലാണ് കൂനിന്മേൽ കൂര് പോലെ 1988 കേന്ദ്ര വാഹന നിയമം 2019 ഭേദഗതി കൊണ്ട് ഇലക്ട്രിക് ഇരുവാഹനങ്ങളെ പരിപൂർണമായി കേന്ദ്ര വാഹന നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. സാർ, അതുമൂലം കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട്. 250 വാട്ട്സിന് താഴെ മാത്രം ഉപയോഗിക്കാവൂ, 25 കിലോമീറ്ററിന് താഴെ മാത്രമേ സ്പീഡ് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്പനികൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ് സാർ. 250 വാട്ട്സിന് മുകളിൽ എനർജി കൊടുക്കുന്നു, 25 കിലോമീറ്ററിനപ്പുറം സ്പീഡിൽ പോകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. സാർ, ഇതൊക്കെ വരുമ്പോൾ വലിയ നിലയിലുള്ള അപകടം ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർക്കുണ്ടാവുകയാണ്. സാറ് മോഡറേറ്റ് സ്പീഡിൽ ഓടിക്കുന്ന ആളുകൾക്ക് അവിടെ ഉണ്ടാകും സാർ. സാർ, എൻ്റെ നിയമമണ്ഡലത്തിലെ ആളൂരിൽ ഈ തരത്തിലുള്ള ഇരുചക്ര ഇലക്ട്രിക് വാഹനം ഓടിച്ച് ജൂവിൻ രാജ്, അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികൾക്ക് മാരകം പരിക്കുകൾ ഉണ്ടായി സാർ. അതിൽ സാറ് ജൂവിൻ രാജ് മരണപ്പെടുകയും ചെയ്തു. 2 പേർക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. പോലീസ് വാഹനമാണ് ഓടിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ സമയത്ത് തന്നെ പോലീസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. സാർ, ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ കേന്ദ്ര നിയമത്തിൽ വരുത്തിയൊരു മാറ്റം കൊണ്ട് നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇത് അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒന്നാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം സാർ. റോഡ് സേഫ്റ്റി അനുസരിച്ച് നമ്മുടെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് അപകടമുണ്ടായിരിക്കാൻ വേണ്ടിയും ഹെൽമെറ്റ് ഈ ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും അത് നിർബന്ധമാക്കുന്നതിനുള്ള നടപടി. ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ബഹുമാന്യനായ ഇരിഞ്ഞാലക്കുട അംഗം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. പക്ഷേ അതിനനുസരിച്ച് പിഴയും ഈടാക്കാവുന്നതാണ്. പക്ഷേ 250 വാട്ട്സിന് താഴെയുള്ള പവറും 25 കിലോമീറ്റർ സ്പീഡിലധികമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ എന്ന രീതിയിൽ പല വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇനി ഇതിന് താഴെയുള്ള 25 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ പോലും ഹെൽമറ്റ് ധരിക്കാതെ പോയാൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അപകടം ഈയിടെ കാസർഗോഡൊന്നുണ്ടായി, ഇപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായി. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസും നിർബന്ധമല്ല സാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി ഇടിച്ച ആൾക്കൊന്നും കിട്ടില്ല, ഒരു അപകട ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കുടുംബങ്ങളുടെ ഈ ഇരകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമമാണ് നിലവിലുള്ളത് എങ്കിൽ പോലും കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 138(1A) പ്രകാരം സംസ്ഥാന സർക്കാരിനുള്ള ചട്ടനിർമ്മാണ അവകാശം ഉപയോഗിച്ച് ഈ വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ് സാർ. ചോദ്യം. സാറ് ശ്രമിച്ചാൽ പോരാ, നടപടി ഉണ്ടാക്കാൻ കഴിയും സാർ. സാർ, നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട് സാർ. ഇത് കേന്ദ്ര നിയമവുമായിട്ട് സംഘർഷപ്പെടാതെ സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം, കൺകറൻറ്റ് ലിസ്റ്റ് പ്രകാരം നമ്മുടെ നിരത്തുകളിലെ അപകടം ഒഴിവാക്കാൻ വേണ്ടി റോഡ് സേഫ്റ്റി അനുസരിച്ച് നമുക്ക് നിയമം നിർമ്മിക്കാൻ കഴിയും സാർ. സാർ, അങ്ങേപ്പോലുള്ള ഒരാൾക്ക് അതിന് കഴിയും സാർ. അതുകൊണ്ടൊരു മാറ്റം
നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ അങ്ങ് തയ്യാറാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. മിനിസ്റ്റർ, തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്.